ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്ന ലോകത്തൊറ്റ പാർട്ടി അത് ബിജെപി മാത്രമേ ഉള്ളൂ. അങ്ങനെ രാജ്യത്തെ പെറ്റമ്മയെ പോലെ കാണുന്ന ഒരു പാർട്ടിയും ബിജെപി മാത്രമാണ്. അതിന്റെ ഭാഗങ്ങളായി വരുന്ന നിങ്ങൾക്ക് വളരെ ഹൃദയം നിറഞ്ഞ വളരെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി 6 ഘടകങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന്, ഞാൻ കഴിഞ്ഞ ഇവിടുത്തെ കൂടിയ പ്രവർത്തകരുടെ യോഗത്തില് ഞാൻ സംസാരിച്ചതാണ്. ബിജെപിയെ കുറിച്ചിട്ട് വ്യക്തമായി നിങ്ങൾക്ക് അറിവില്ല. എത്രയോ യോഗങ്ങളില് എത്രയോ നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ മാത്രമാണ് ബിജെപി ഇന്നതായിരുന്നല്ലേ, ഞങ്ങൾ ധരിച്ചിരുന്നത് ഇങ്ങനെയല്ലല്ലോ എന്ന് ബോധ്യമാകണമെങ്കിൽ നിരവധി യോഗങ്ങളിൽ നിരവധി ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ കേട്ടാൽ മാത്രമേ ബിജെപി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. രാഷ്ട്രീയ പ്രവർത്തനമല്ലാണ്ട് ബിജെപി രാജ്യത്ത് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ ഈ രാജ്യത്ത് നിന്ന് കെട്ടിച്ചിട്ടുണ്ടോ? അക്രമകാരികളായി ബിജെപി പ്രവർത്തകർ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കിയിട്ടുണ്ടോ? ഒരു സംസ്ഥാനത്തും ചൂണ്ടിക്കാണിക്കാറില്ല. എന്നാലോ ബിജെപിയിലല്ലാതെ ഹിന്ദു വർഗീയവാദികൾ പല സംസ്ഥാനങ്ങളിലുണ്ട്. ഹിന്ദു വർഗീയവാദികളുള്ള പോലെ മുസ്ലിം തീവ്രവാദികളുണ്ട്. ഹിന്ദു വർഗീയവാദികള് ബിജെപിയുടെ പേരിൽ എവിടെയെങ്കിലും ഹിന്ദു വർഗീയവാദികൾ എന്തെങ്കിലും വിഷയമുണ്ടാക്കിയാൽ അത് ബിജെപിയുടെ തലയിൽ വരാറുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ബിജെപി അവഹേളിക്കുന്നത്. തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത്, ബിജെപി എന്ന് പറഞ്ഞ ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്ത് എല്ലാ ജനങ്ങളെയും, എല്ലാ വിഭാഗങ്ങളെയും, എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ കാണുന്ന പാർട്ടിയാണ്. ഇപ്പൊ സുബ്രഹ്മണ്യോട് പറഞ്ഞു, അങ്ങനെ വർഗീയ പാർട്ടിയാണെങ്കിൽ APJ അബ്ദുൽ കലാമിനെ രാജ്യത്തിന്റെ പരമോന്നത ഉയരങ്ങളിൽ ഇരുത്താൻ തയ്യാറാകുമോ? APJ അബ്ദുൽ കലാം ഒരു മുസ്ലിം മതവിശ്വാസിയാണ്. അദ്ദേഹത്തെ ബിജെപി വർഗീയ പാർട്ടിയാണെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹത്തെ രാഷ്ട്രത്തിന്റെ പിതാവായി രാഷ്ട്രപതിയായിട്ട് ഒരു കാരണവശാലും വെക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ പുരുഷോത്തമൻ പറഞ്ഞത് വീണ്ടും ഞാൻ സൂചിപ്പിക്കുകയാണ്, ഇത് ബ്രാഹ്മണരുടെ പാർട്ടിയല്ല. നിങ്ങൾ പരിശോധിച്ചാൽ രാജ്യത്തിലെ ഭൂരിപക്ഷം വരുന്ന MP-മാര്, മന്ത്രിമാര്, MLA-മാര്, എന്തിനു പറയുന്നത് ജനപ്രതിനിധികളായവരെ പരിശോധിച്ചാൽ നിങ്ങളിപ്പോ നിങ്ങളുടെ മൊബൈലിലുള്ളതിൽ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈലിൽ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. ഏറ്റവും കൂടുതൽ പിന്നോക്കക്കാരുള്ള ഒരു പാർട്ടി രാജ്യത്ത് BJP-യാണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾ MP-യും MLA-മാരും പാർട്ടിയുടെ മറ്റു ഘടകങ്ങളായി നേതാക്കന്മാരായിട്ടുള്ളത് ന്യൂനപക്ഷങ്ങളായ BJP-യിലാണ് അവർക്ക് അവസരം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ കോൺഗ്രസിനും CPM-നും കിട്ടായിട്ടില്ല. നിങ്ങളൊന്ന് പരിശോധിക്കുകയാണ്, CPM-ന്റെ പട്ടികജാതിക്കാരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നോക്ക വിഭാഗക്കാര് അവരുടെ പോളിറ്റ് ബ്യൂറോന്റെ കസേരയിലിരിക്കാൻ ഇതുവരെ അവസരം കൊടുത്തിട്ടില്ല. അവരുടെ പരമോന്നത ഉയരങ്ങളിലുള്ള കസേരയിൽ പിന്നോക്കക്കാരെ ഇരുത്താൻ ഇതുവരെ ഒരു അവസരം കൊടുത്തിട്ടില്ല. അങ്ങനെ അവസരം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് ഈ പാർട്ടിയുടെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ കേഡർ സ്വഭാവമുള്ളൊരു പാർട്ടി രീതിയാണ്. കേഡർ സ്വഭാവം എന്ന് പറഞ്ഞാൽ ദേശീയ നേതൃത്വം ഒരു തീരുമാനമെടുത്താൽ അത് സംസ്ഥാന നേതൃത്വം നടപ്പാക്കണം. സംസ്ഥാന നേതൃത്വം ഒരു നിർദ്ദേശം കൊടുത്താൽ അത് ജില്ലാ സംവിധാനത്തിലുള്ള ജില്ലാ പ്രസിഡന്റടക്കമുള്ള ഘടകങ്ങൾ അത് നടപ്പാക്കണം. ജില്ലാ നേതൃത്വം കൊടുക്കുന്നത് മണ്ഡലങ്ങളിലാണ്. ആ മണ്ഡലത്തിന്റെ പ്രസിഡന്റാണ് ഇവിടെ മണ്ഡലം പ്രസിഡന്റ് ഇവിടെ ഷെബിലാലാണ്. മുൻ മണ്ഡലം പ്രസിഡന്റ് ശ്രീവിലാണ്. അദ്ദേഹത്തിന്റെ കീഴിലുള്ളതാണ് പഞ്ചായത്ത് സംവിധാനം. അദ്ദേഹത്തിന്റെ കീഴിലുള്ളതാണ് ബൂത്ത് സംവിധാനം. പാർട്ടിക്ക് അങ്ങനെ 6 ഘടകങ്ങളാണെന്നുള്ളത്. ഇനി പുതിയൊരു സംവിധാനം കൂടെ പാർട്ടി തെരഞ്ഞെടുപ്പിന് വേണ്ടി വാർഡ് സംവിധാനം, വാർഡ് വികസന സമിതി എന്ന് പറഞ്ഞുകൊണ്ട് വാർഡിലെ 5 പേരെ, ക്രീമായ 5 പേരെ വാർഡ് കമ്മിറ്റിയായിട്ട് തെരഞ്ഞെടുക്കുക. അതിൽ ആരൊക്കെയാണ് വേണ്ടെന്നറിയാമോ? അതിൽ ആ വാർഡ് കമ്മിറ്റിയിൽ 5 പേരാ വേണ്ടുള്ളൂ. അതിൽ ആരൊക്കെയാണ് വേണ്ടത്? ഒരു സ്ത്രീ നിർബന്ധമാണ്, ഒരു പട്ടികജാതിക്കാരൻ നിർബന്ധമാണ്, ഒരു ന്യൂനപക്ഷ വിഭാഗത്തിലെ അംഗം അതിന് നിർബന്ധമാണ്. അപ്പോ 5 പേരില് 3 പേരും ആരൊക്കെയാണ്? പട്ടികജാതിക്കാരൻ, സ്ത്രീ, ന്യൂനപക്ഷം. അങ്ങനെ 3 പേർക്ക് ആ പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ടത്, BJP ഒരു വടവൃക്ഷം പോലെ, ഒരു ആൽമരം പോലെയാണ്. ലോകത്തെ ഏറ്റവും വലിയ പാർട്ടിയുടെ ഊർജം എന്ന് പറയുന്നത് നിങ്ങളാണ്. ബൂത്ത് കമ്മിറ്റി താഴെയുള്ളവരാണ്. വോട്ടർമാരാണ് രാജ്യത്തെ BJP വളർത്തിയത്. ബൂത്ത് കമ്മിറ്റിയുടെ പ്രവർത്തനം കൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ വാർഡ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ BJPക്ക് അധികാരത്തിലേക്ക്, അവരുടെ നയം നടപ്പാക്കാൻ അധികാരത്തിലേക്ക് വരാൻ സാധിക്കുള്ളൂ. ഇന്ന് മിക്കവാറും സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്നു. കേരളത്തിൽ മാത്രം BJPക്ക് വളരാൻ വളരെ വലിയ സാവകാശമെടുത്തു. ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്.
കേരളത്തിലെ ജനങ്ങളുടെ ചിന്തകള് മാറുന്നു. BJP-യോടുള്ള അകൽച്ച മാറി BJP-ക്ക് വോട്ട് ചെയ്യാൻ, BJP-യുടെ പ്രവർത്തകരാകാൻ ഇന്ന് കേരളത്തിലെ ആൾക്കാർ ക്യൂ നിൽക്കുന്ന അവസ്ഥയിൽ അതിന്റെ തെളിവാണ് ഇന്ന് വെറും 1-ാം വാർഡ് പള്ളിപ്പുറം പഞ്ചായത്തിന്റെ 1-ാം വാർഡിന് ഈ ആദ്യത്തെ യോഗം, ഈ കൺവെൻഷൻ ഇത്രയും വലിയ രീതിയിൽ നടത്താൻ സാധിച്ചത് BJP-യോടുള്ള മനോഭാവം ജനങ്ങൾക്ക് മാറി എന്ന് തെളിയിക്കുന്നതാണ് ഈ കാണുന്ന എന്റെ മുന്നിലിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, BJP ഒരു നയം നടപ്പാക്കുമ്പോ, ഒരു ആശയം നടപ്പാക്കുമ്പോ ഏതെങ്കിലും വിഭാഗത്തിന് വേണ്ടിയല്ല, മുസ്ലിങ്ങൾക്ക് വേണ്ടിയോ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയോ സിഖുകാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കോ വേണ്ടിയല്ല. നരേന്ദ്രമോദി നടപ്പാക്കുന്ന പദ്ധതികളെല്ലാം തന്നെ ഈ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ടല്ല. ഒരു പദ്ധതി പോലും ഒരു വിഭാഗത്തെയും മാറ്റി നിർത്തിയിട്ടില്ല. നരേന്ദ്രമോദി ഒരു വഴി വെട്ടുമ്പോ അവിടെ മുസ്ലിം ഉണ്ടോ ക്രിസ്ത്യാനി ഉണ്ടോ ഹിന്ദു ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല നരേന്ദ്രമോദി റോഡ് പണിയുന്നത്. അവിടുത്തെ മുഴുവൻ ജനങ്ങൾക്കാണ്. നമുക്ക് 76ഓളം എയർപോർട്ടുകള് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം 76 എയർപോർട്ടുകൾ. അത് ക്രിസ്ത്യാനിക്ക് വേണ്ടിയല്ല, ഹിന്ദുവിന് വേണ്ടിയല്ല, മുസ്ലിമാന് വേണ്ടിയല്ല, ഇന്ത്യക്ക് വേണ്ടിയാണ്. അതുപോലെ റെയിൽവേയുടെ വികസനങ്ങള് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. സാധാരണക്കാർക്ക് എത്രയെത്ര പദ്ധതികളാണ്. സാധാരണ ജനിച്ചു വീണ പെൺകുട്ടികൾക്ക്, പ്രസവിക്കുന്ന സ്ത്രീക്ക്, പ്രായമായ വൃദ്ധമാരായവർക്ക് ഇൻഷുറൻസ് പദ്ധതി അടക്കമുള്ള ഉജ്ജ്വല യോജന, അതുപോലെ നിരവധി പദ്ധതികള് എല്ലാ ജനങ്ങൾക്കും, ഏതെങ്കിലും വിഭാഗത്തിലല്ല, എല്ലാ ജനങ്ങൾക്കും കിട്ടുന്ന തരത്തിലേക്ക്. നമുക്കറിയാം, ഇപ്പൊ വഖഫ് ബോർഡിന്റെ വിഷയം തന്നെ, അതിലൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നതാണ്. കാര്യം എന്ന് വെച്ചാൽ വഖഫും ഒരു സത്യമായ ഒരു ബില്ലിനെ മാറ്റം കുറിച്ചു എന്നുള്ളതാണ്. ആ വഖഫ് ഈ രാജ്യത്ത് എത്രയോ ജനങ്ങളെ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന തരത്തിലേക്ക് കാലങ്ങളായിട്ട് നിൽക്കുന്ന ആ അനീതി അത് മാറ്റിയെടുത്തുകൊണ്ട് ആ വഖഫിന്റെ ബില്ല് നമ്മൾ പാർലമെന്റ് പാസ്സാക്കിയത് ഇവിടുത്തെ സത്യസന്ധമായ നീതി നടപ്പാക്കുന്ന തെളിവാണ്. അതുകൊണ്ട് ഏതെങ്കിലും വിഭാഗങ്ങൾക്ക് ഏതെങ്കിലും അധികാരങ്ങൾ കൈയാളുന്നവരുടെ അവകാശങ്ങൾ നഷ്ടപ്പെടും എന്ന് കണ്ടുകൊണ്ട് BJP അതിന് അവർക്ക് വേണ്ടി നിൽക്കില്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കോൺഗ്രസ്സുകാർ ഇവിടെ ചെയ്തതെന്നാണ് സംഘടിതമായ വോട്ട്. ഇവിടുത്തെ സംഘടിതമായ വോട്ട് കിട്ടുന്നതിന് വേണ്ടി എന്ത് വിടുപണി ചെയ്യുവാനും കോൺഗ്രസ്സുകാർ തയ്യാറായി. അതിന്റെ ദുഷിച്ച ഫലമാണ് നമ്മൾ ഇപ്പോൾ വഖഫ് ബില്ല് നമ്മൾ ഇപ്പോൾ രണ്ടാമത് അത് പാസ്സാക്കുന്നതിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ വികസനം മാത്രമാണ് ഇവിടെ ഏതെങ്കിലും മതത്തിന് വേണ്ടിയുള്ള ഭാരതീയ ജനതാ പാർട്ടി നിൽക്കുന്നത്. അപ്പോ ഏറ്റവും താഴെത്തട്ടിലെ സംവിധാനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള, അതായത് നിങ്ങളാണ് ഇവിടെ വീടാന്തരം കയറി ഇറങ്ങി BJP-ക്ക് വോട്ട് ചെയ്യിക്കുന്നത്. ആദ്യമായിട്ടായിരിക്കുള്ളൂ BJP-ക്ക് ഇത്ര വലിയൊരു വളർച്ച ഈ വാർഡിലുണ്ടായത്. നിങ്ങൾക്ക് മനസ്സിലായി BJP എന്താണെന്ന്. കഴിഞ്ഞ ഏതാനും 6-7 മാസങ്ങൾ കൊണ്ട് BJP എന്താണെന്ന് ഈ പ്രസംഗത്തിന് മുമ്പ് തന്നെ നിങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇവിടത്തെ പലവർക്കും നരേന്ദ്രമോദിയുമായി സംസാരിക്കുവാൻ, BJP-യുടെ വലിയ നേതാക്കളുമായി സംസാരിച്ചുകൊണ്ട് വാസ്തവം എന്താണെന്ന്, സത്യം എന്താണെന്ന് മനസ്സിലാക്കുവാനും BJP എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പ് നമ്മുടെ വിജയമാണ്. BJP എന്ന നിലക്ക് നമ്മുടെ വിജയമാണ്. നിങ്ങൾ BJP-ക്കാരായി ഇവിടെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ മുന്നില് കോൺഗ്രസ്സുകാരുടെയും മാർക്സിസ്റ്റുകാരുടെ മുന്നില് നിങ്ങളിപ്പോ BJP-ക്കാരാണ്. ഈ BJP-ക്ക് ഇവിടെ വിജയം കാണിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ ഓരോ ദിവസത്തെ പ്രവർത്തനമാണ്. ജയിക്കാൻ വേണ്ടി വോട്ടാണ് നമുക്ക് വേണ്ടത്. വോട്ട് കിട്ടിയാൽ മാത്രമേ നമ്മുടെ നയം നടപ്പാക്കാൻ പറ്റുള്ളൂ, BJP-യുടെ നയം നടപ്പാക്കാൻ പറ്റുള്ളൂ. ആ വോട്ടിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലുള്ള തയ്യാറെടുപ്പിനാണ് ഈ കൺവെൻഷൻ ഇവിടെ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാതെ ഇനി സംസാരിക്കാൻ ആളുള്ളതിന്റെ പേരിൽ എന്റെ ഈ യോഗത്തിന് വീട് കിട്ടിയ അവസരം എന്ന നിലക്ക് ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.